ഏറ്റവും താഴേക്ക് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതാ പീലിംഗ് ഷെഡ് യൂണിറ്റുകൾ അവർക്കാണ് പ്രതിസന്ധികൾ തുടക്കത്തിലുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ വലിയ രീതിയിലൊക്കെ എല്ലാം ചെമ്മീൻ എടുക്കുന്നതിൽ നിന്ന് കുറച്ചൊരു മടി വന്നിട്ടുണ്ടോ, ഒരു ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെറിയൊരു കച്ചവടക്കാരാണ്. ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് ഇവിടെ നിന്നുള്ള പല കമ്പനികൾക്കും സപ്ലൈ ചെയ്യുന്നതാണ് വനാമി എന്ന് പറഞ്ഞ ചെമ്മീൻ. ഇപ്പോൾ തൽക്കാലം എല്ലാ കമ്പനികളും തൽക്കാലത്തേക്ക് എടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിലാണ്. കാരണം തിരുവ എങ്ങനെ വരും, ഏത് കണ്ടീഷനിൽ വരും എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തൽക്കാലം നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണത്. ഒരുപാട് കാശുകൾ കമ്പനികളിൽ നിന്ന് കിട്ടാണ്ട്, ഇത് കയറിപ്പോയാൽ മാത്രമേ നമ്മൾക്കത് കിട്ടാൻ സാധ്യതയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കർഷകരും താഴെത്തട്ടിലുള്ള എല്ലാവരും. ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർ, വൻകിട കച്ചവടക്കാർ അതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലാണ്. ഇതെങ്ങനെ തരണം ചെയ്യും എന്ന് പോലും അവർക്കൊരു തൽക്കാലം ഒരു നിലപാടുകൾ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇത് ഈ തൊഴിലാളികളെ പോലും നമ്മൾക്ക് സാധാരണ പീലിംഗ് തൊഴിലാളികളെ പോലും ഇത് ബാധിക്കും. ഞങ്ങളിവിടെ പീലിംഗ് തൊഴിലാളികളുള്ളതാണ്, ഞങ്ങളിവിടെ പീലിംഗ് ഷെഡ് നടത്തുന്നതാണ്. കാരണം ഇത് വന്ന് പൊളിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് പൊളിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പണിയുണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് പണിയുണ്ടാവുള്ളൂ, നാടിനൊരു വരുമാന മാർഗം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി ഈ സർക്കാർ ഉണ്ടാകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വലിയ കയറ്റുമതിക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്, താഴേക്ക് വരുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ താഴെ തൊട്ടുള്ള തൊഴിലാളികളെ പോലും ഇത് ബാധിക്കുന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും തൊഴിലാളികളെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞില്ലേ, തൊഴിലുറപ്പ് കഴിഞ്ഞാലുള്ള മറ്റൊരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പീലിംഗ് ഷെഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പീലിംഗ് ഷെഡുകളെല്ലാം അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ കരിക്കാടി ചെമ്മീനൊന്നും മാറിക്കഴിഞ്ഞാൽ വേറെ മറ്റൊരു ചെമ്മീൻ ഇവിടെ വന്ന് പീൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. കാരണം പല ഈ വനാമികൾ ഇവിടെ വന്ന് പല രീതിയിലുള്ള ഹെഡ് ഓണും ഹെഡ്ലെസ്സും ഹെഡ് ഡെയിലും ഒക്കെ ആക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ എല്ലാ പീലിംഗ് ഷെഡുകളും ചെയ്യുന്നത്. അത് ഇല്ലാതെ ആയി കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും തൊഴിലുകൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ആൾക്കാർ പട്ടിണിയിലേക്ക് പോകും എന്നുള്ളൊരു ആശങ്കയിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ. എത്ര വർഷമായി രംഗത്തുള്ളത്? ഞാനൊരു 10-15 വർഷത്തിന് മേളിലായി. എൻ്റെ ഫാദർ ഉൾപ്പെടെ ഞങ്ങൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് വന്നിട്ടില്ല അല്ലേ? ഇതൊരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും, കർഷകരും മറ്റുള്ളവരും എന്നുള്ള രീതിയിൽ.